Hi friends. ഇന്നത്തെ നമ്മുടെ സാരി വീഡിയോയിൽ അസോർട്ട കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അതിൽ തന്നെ ബഡ്ജറ്റ് റേഞ്ച് ഉണ്ട്, പ്രീമിയം ക്വാളിറ്റി വരുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട്. ക്യാഷ് വെയേഴ്സും പാർട്ടി വെയേഴ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. സെമി ജൂട്ടിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം പീസസ് കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ സൗണ്ട് എന്ത് പറ്റി എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രോഗകരോ സുഖകരമൊക്കെ അന്വേഷിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ പറ്റിയത് ഒന്നുമല്ല, നമ്മുടെ സാധാരണ ചുമ പിടിച്ചതാണ്, അതുകൊണ്ട് സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട്. കരകര സൗണ്ടാണ്, ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കുക കേട്ടോ, റെഡിയായി വരുന്നുണ്ട്, ഓക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് സപ്പോർട്ട് ചെയ്തതിനും അന്വേഷിച്ചതിനും ഒക്കെ. അപ്പോൾ ഇന്നത്തെ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് സെമി ടസർ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബ്രൗണും പിങ്കും കൂടെ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ ത്രെഡിൻ്റെ വീവിങ്ങും ബുട്ടാസും ഒക്കെ ആയിട്ടാണ് വരിക. കോൺട്രാസ്റ്റ് ബോർഡേഴ്സും പല്ലു പോർഷനുമാണ് വരുന്നത്. സെമി ടസറിൽ എനിക്ക് നമ്മൾ ഒത്തിരി വെറൈറ്റീസ് ചെയ്യാറുണ്ട്, കാരണം അതിന് അത്രമേൽ എൻക്വയറി ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓരോന്നിലും വീവിങ്ങും ബുട്ടാസും ഒക്കെ ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസ്, ഇതൊക്കെ നല്ല എനിക്കൊന്ന് എപ്പോഴും കാണുന്ന ആ ഒരു കളർ കോമ്പിനേഷനും നല്ല സൂപ്പറായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനുമാണ് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ്, അതായത് ബോർഡറിൻ്റെയും പല്ലുവിൻ്റെയൊക്കെ സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ് വരിക. 1295 പ്രൈസ് റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നതും നമ്മുടെ ആ ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു ബ്രൗണിൻ്റെ കോമ്പിനേഷനും ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൂപ്പർ ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് വരിക. നല്ല കാഷ്വൽ ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ റേപ്പ് ചെയ്ത് നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നതാണ് സെമി ടസർ ഫാബ്രിക് എന്ന് പറയുന്നത്. 1295 പ്രൈസിലേക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രേ ആൻഡ് പീച്ച് കളർ കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. പാറ്റേൺ സെയിം തന്നെയാട്ടോ, ഔട്ട്ലുക്ക് വരുന്നത് പോലെ 1295 പ്രൈസ് റേഞ്ചിലേക്ക് വരും. അടുത്ത ഗ്രീനിൻ്റെ 2 ഷെയ്ഡിൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സൂപ്പറായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻസ് ആണ് ഈ ഒരു ഗ്രീൻ എന്നൊക്കെ പറയുന്നത്. ഇതും 1295 പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സെമി ടസർ നമ്മൾ ആ കാണുന്ന പാറ്റേൺ ആണ്, അതിലെ ആ ഒരു കളർ കോമ്പിനേഷൻസ് ആണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്തൊരു പിങ്ക് ആൻഡ് ബ്ലൂ കളർ ലാവൻഡർ ടച്ച് വരുന്ന ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷനുമായിട്ട് വരും. 1295 പ്രൈസിലേക്കാണ് വന്നിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഫംഗ്ഷൻ വെയറൊക്കെ ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സാരി, ഭയങ്കര സോഫ്റ്റ് ആണ്, വെയ്റ്റ്ലെസ് ആണ്. സെമി റോ സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടാണ് സാരി വരുന്നത്, അതായത് അപ്പർ ബോർഡർ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഷെയ്ഡ് ആണെങ്കിലും ഒരു പിക്കോ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരും. ബോഡി പോർഷനിൽ കുഞ്ഞു ഒരു ഡയമണ്ട് ഷേപ്പിൽ ത്രെഡിൻ്റെ തന്നെ ബുട്ടാസാണ് വരുന്നത്. നല്ലതായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു സാരിയാണ്, സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കുമാണ് വരുന്നത്. ലോവർ ബോർഡർ ഒരു ത്രെഡിൻ്റെ തന്നെ ചെറിയൊരു ലൈൻസ് പോലത്തെ ഒരു വീവിങ് കൊടുത്തുനിന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പല്ലുവിലേക്കും ഒരു ലൈൻ പാറ്റേൺ ഒക്കെയാണ്, അത് ലൈൻസൊക്കെ ആയിട്ടാണ് വരുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുപോലെ ലൈൻ പാറ്റേൺ ആയിട്ട്. ലൈൻ പാറ്റേൺ വരുന്ന ബ്ലൗസ് വെയർ ചെയ്യുമ്പോൾ നല്ല സൂപ്പറാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബഡ്ജറ്റ് റേഞ്ച് 1495 പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. 3 ഷെയ്ഡിലേക്കാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ ആ ഒരു വൈൻ വാടാമുള്ള ഷെയ്ഡ്, നല്ല അടിപൊളിയായിട്ടുള്ള കളറ്. അതിലേക്ക് ത്രെഡിൻ്റെ ബുട്ടാസ് ലൈൻസ് വരുന്ന പല്ലു പോർഷൻ. റേറ്റ് വരുന്നത് 1495. അടുത്തൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലേക്കാണ് വരുന്നത്. 3 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാട്ടോ. ഇതൊക്കെ നമുക്കെന്ന് വെച്ചാൽ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, കാഷ്വൽ വെയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരീസാണ്. 1495 റേറ്റ് വരുന്നത്. അടുത്തത് സെമി ടസറാണ്, പക്ഷേ കുറച്ചൊരു പ്രീമിയം സെമി ടസറിലേക്കാണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ഇതുപോലെ ഡിസൈൻ പാറ്റേൺ. ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ഒരു പീച്ചിൻ്റെയൊക്കെ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഓൾ ഓവർ ഡിസൈൻ പാറ്റേൺ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൂപ്പറായിട്ടുള്ള സാരി. ഇതിൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആയിട്ട് ബോഡി പോർഷനിൽ വരുന്ന ചെറിയൊരു ബോർഡേഴ്സ്, അതിൽ കുഞ്ഞു ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് കൊടുത്താണ് ആ ഒരു ബോഡി പോർഷനും അതുപോലെ തന്നെ നമ്മുടെ പല്ലുമൊക്കെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. സെൽഫ് ഡിസൈനിൽ ആണ് ഇതിൻ്റെ ആ ഒരു ബ്ലൗസ് പീസും വന്നിരിക്കുന്നത്. ഇതും 1495 പ്രൈസ് വരുന്നത്. അടുത്ത യെല്ലോ ചേർന്നിട്ടുള്ള ക്യൂട്ട് ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ്സുകളൊക്കെ നല്ല സൂപ്പറായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫാബ്രിക് ആണെങ്കിലും കംഫർട്ടബിൾ ആണ്. പ്ലീറ്റ്സ് ചെയ്തോ 1 ലെയറൊക്കെ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. 1495 റേറ്റ് വരും. ഇത് നമുക്ക് 4 കളേഴ്സാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു ബേജിൻ്റെ ഡാർക്ക് ബ്രൗൺ, അതിലേക്ക് ബ്രൗൺ കോമ്പിനേഷൻ, ഒരു ഗ്രീനിഷ് ബ്രൗൺ കോമ്പിനേഷനിൽ നമ്മുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ടാസിൽസും അറ്റാച്ച്ഡ് ആണ്. 1495 പ്രൈസ് റേഞ്ചിലേക്ക് വരും. അടുത്തത് ഒരു ബ്ലൂവും ആഷും കൂടിയൊക്കെ ഒരു കോമ്പിനേഷൻ, ബേജിൽ ബ്ലൂ ആഷ് കളർ കോമ്പിനേഷനിൽ ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. 1495 പ്രൈസ് വരുന്നത്. അടുത്ത വീണ്ടും നമ്മുടെ സെമി ടസർ തന്നെ ഫാബ്രിക്കിൽ തന്നെ വന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ എംബ്രോയ്ഡറി വർക്കുകളാട്ടോ. ഡിസൈൻ പ്ലസ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈ ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. സെമി ടസറിൽ നമ്മൾ സാധാ കാണുന്ന പാറ്റേണിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത്. സാധാരണയായിട്ട് എംബ്രോയ്ഡറി വർക്ക് മാത്രമാണെങ്കിൽ ഇതിലൊരു ബ്രഷ് പെയിൻറ് പോലെ വരുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്തും
ടോൺ ടു ടോൺ ഷെയ്ഡിലേക്ക് എംബ്രോയ്ഡറി വർക്ക്. ബോർഡേഴ്സ് ഒന്ന് ഒരു കോൺട്രാസ്റ്റ്, കുറച്ചൊരു ഒരു ഡാർക്ക് കളർ കോമ്പിനേഷൻ കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചെറിയ ബോർഡർ പോർഷനാണ് വന്നിരിക്കുന്നത്. സൂപ്പറായിട്ടുള്ളൊരു സാരി. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ, പല്ലുവിലേക്കും ആ ഒരു ബ്രഷ് പെയിൻറ്റും എംബ്രോയ്ഡറി വർക്കും ലൈൻസും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസും നോക്കിക്കേ, കുറച്ചൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസും ഒരു കളർ കോമ്പിനേഷൻസിൽ ചെറിയ ലൈൻസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1495, സോറി 1795 ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഒരു യെല്ലോ ടച്ചിലേക്കാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അതിലും ആ ഒരു ബ്രഷ് പിന്നെ അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഔട്ട്ലുക്ക് വരുന്നത് പോലെ 1795 റേറ്റിലേക്ക് വരിക. ബ്ലൗസ് പീസ് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മൾട്ടി കളറിലേക്കാണ് നമ്മുടെ പല്ലുവിൻ്റെ പോർഷനിൽ വന്നിരിക്കുന്ന ആ ഒരു കളേഴ്സാണ് കോമ്പിനേഷൻ ബ്ലൗസ് പീസിലേക്ക് വന്നിരിക്കുന്നത്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ബേജ് ആണ്. ഇതൊക്കെ നമുക്ക് ചർച്ച് വെയർ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയതായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള സാരിയാണ്. സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ എനിക്ക് എംബ്രോയ്ഡറി വർക്ക് മാത്രം കാണാറുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ബ്രഷ് പെയിൻറ്റൂടെ കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൂപ്പറായിട്ട് ഡിഫറെൻറ്റ് ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് നമ്മുടെ ഈസ്റ്റർ പോലെയുള്ള ഫംഗ്ഷനില്ലേ, അതിനൊക്കെ ആണെങ്കിലും ചർച്ച് വെയർ ആയിട്ടൊന്ന് ഡിഫറെൻറ്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റിയ സാരി 1795 റേറ്റിലേക്ക്. അടുത്ത് ബേജിൽ തന്നെ ഒരു ഗ്രീൻ ടച്ച് വരുന്നതാണ്. എല്ലാം നല്ല നല്ല ആ ഒരു കളർ ചാർട്ടിലേക്കാണ്, പേസ്റ്റൽ ഗ്രീൻ്റെ ആ ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത്. 1795 റേറ്റ് വരുന്നത്. ഇനി കാണിക്കുന്ന സെമി ജൂട്ട് സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഇതിൽ നമുക്ക് കുറച്ച് ഷോപ്പ് കളക്ഷൻസും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നുമില്ല, നമുക്ക് കുറച്ച് ലിമിറ്റഡ് പീസസ് ആണ് ഉള്ളത്. വേണ്ടൊരു പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടെ. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഷെയ്ഡൊന്നുമില്ല. ഈ ഒരു ഗോൾഡൻ ടച്ച് വരുന്ന മസ്റ്റാർഡ് ആൻഡ് ഗ്രീൻ, ഈ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത് നമ്മുടെ ഒരു വൈൻ ഷെയ്ഡും നമ്മുടെ എന്താ പറയുക പുലിഗ്രീൻ്റെ ആ ഒരു ഷെയ്ഡ് കോമ്പിനേഷനുമായിട്ടാണ് വരുന്നത്. ഇതും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കോമൺ കളർ കോമ്പിനേഷൻ അല്ല, സെമി ജൂട്ട് സിൽക്കിൽ വന്നിരിക്കുന്ന റെയർ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. ബോർഡേഴ്സ് ബനാറസിൽ വരും. കോൺട്രാസ്റ്റിൽ തന്നെ സ്ട്രൈപ്പ് പാറ്റേൺ വരുന്ന പല്ലും, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസും. 1795 പ്രൈസ് റേഞ്ചിലേക്ക് വരും. നെക്സ്റ്റ് വീണ്ടും ആ ഒരു വൈൻ ഷെയ്ഡിലേക്ക് തന്നെയാണ്, പിങ്ക് ടച്ച് വരുന്ന വൈനാണ്. ഇതിൽ നമുക്ക് കോമ്പിനേഷൻ ഒരു ഡാർക്ക് ബേസ് ടോൺ കോമ്പിനേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നല്ല കുറച്ച് എന്താ പറയുക ഡിഫറൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ചിക്കു കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. കുറച്ച് റയർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ്, അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് പീസസും ആണ് വന്നിരിക്കുന്നത്. 1795 റേറ്റിലേക്ക് വന്നിരിക്കുന്നു. അടുത്തത് നേവി ബ്ലൂ ആണ്. ബ്ലൂ എപ്പോഴും നമ്മൾ കാണാറുണ്ട്, പക്ഷേ ബ്ലൂവിലും ഈ പറഞ്ഞ പോലെ ആ ഒരു ചിക്കു കളർ കോമ്പിനേഷനുമായിട്ടാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് പോലെ 1795 കോൺട്രാസ്റ്റ് ആയിരിക്കും ബ്ലൗസ് പീസ് വരിക. വീണ്ടും ബ്ലൂ വരുന്നുണ്ട്, ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ. ഇപ്പോൾ ബ്ലൂവിൻ്റെ 2 പാറ്റേൺ കാണിക്കുന്നുണ്ട്. 1795 റേറ്റ് വരുന്നത്. ആ ഒരു ഗ്രീൻ വരുന്ന ബോർഡേഴ്സും അതുപോലെ തന്നെ പല്ലു പോർഷനും കോൺട്രാസ്റ്റ് ആയിരിക്കും ബ്ലൗസ് പീസ്. അടുത്തത് നമ്മുടെ കട്ട് വർക്ക് വരുന്ന സാരീസാണ്. എനിക്ക് തന്നെ നമ്മുടെ സാരി വീഡിയോയിൽ ഇപ്പം നല്ല ജൂട്ടൊക്കെ പോലെ തന്നെ നമ്മൾ സ്ഥിരം എന്ന് പറഞ്ഞുള്ള ചെയ്യുന്നൊരു ഐറ്റമാണ് കട്ട് വർക്ക്. അത്രയേറെ എനിക്കൊരു ഉള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവരുന്നത്. അതിൽ ഓരോന്ന് വരുമ്പോഴും വർക്കിലൊക്കെ ചെറിയ ഡിഫറൻസ് ഒക്കെ ആയിട്ടാണ് വരിക. പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്, ടോൺ ടു ടോൺ ഷെയ്ഡ്, എംബ്രോയ്ഡറി വർക്ക്, 2 സൈഡും ബോർഡേഴ്സ് ഇതുപോലെ നമ്മുടെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പല്ലുവിലും സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് സെയിം കളറ് പ്ലെയിൻ ആയിട്ട് വരും. ഇതും പ്രൈസ് വന്നിരിക്കുന്നത് 1795 ആണ്. അടുത്ത ഇതിൻ്റെ ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. നമ്മുടെ പിങ്കിൻ്റെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. എപ്പോഴും ചെയ്യുന്ന നമ്മുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്ക് സാരി. സെമി ടെസർ ഫാബ്രിക്കിലേക്കാണ് വരിക. പ്യൂർ ഡ്രസ്സിൻ്റെ ആ ഒരു ഫീലൊക്കെ കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. ബ്ലീഡ്സ് ചെയ്ത് 1 ലെയറൊക്കെ ആയിട്ട് റേറ്റ് ചെയ്യാൻ പറ്റും. 1795 റേറ്റിലേക്ക്. 2 സൈഡും കട്ട് വർക്ക് വരുന്ന സാരീസാണ്. 1795 റേറ്റ് വരും. ലാവൻഡർ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ കളറിലാണ് ഡിഫറൻസ് വരുന്നത്. വീണ്ടും നമുക്ക് പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഓരോന്നിനും ചെറിയ ചെറിയ കളർ വേരിയൻസ്. പിങ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിങ്കിൻ്റെ ലൈറ്റ് ഡാർക്ക്, അതുപോലെ ലാവൻഡറിൻ്റെ ഡാർക്ക് ലൈറ്റ്, അങ്ങനെയൊക്കെയുള്ള ടോണുകളാണ് വന്നിരിക്കുന്നത്. ഗ്രീനാണ് നെക്സ്റ്റ് ഷെയ്ഡ്. 1795 പ്രൈസ് വരും. അടുത്തൊരു എന്താ പറയുക ഗ്രേറ്റ് ബ്ലൂസിൻ്റെയൊക്കെ ആ ഒരു ഷെയ്ഡ് 1795 റേറ്റിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഫംഗ്ഷൻ വെയർ കളക്ഷൻസാണ്. ഇതും നേരത്തെ പറഞ്ഞാൽ തന്നെ ഫംഗ്ഷൻ വെയർ ക്യാഷ് വെയേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വീണ്ടും ഒരു ലാവൻഡർ കാണിച്ചിരിക്കുന്നത്, മൂന്നാമത്തെ ഒരു ലാവൻഡർ ഷെയ്ഡാണെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത്. അടുത്തത് വീണ്ടും നമ്മുടെ ബനാറസി സാരീസ്, സെമി ജൂട്ട് സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയാണ്. മസ്റ്റാർഡാണ് ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ ബോഡി പോർഷൻ ഫുള്ളായിട്ട് ഇതുപോലെ വിട്ടാസ്, കോൺട്രാസ്റ്റ് ബോർഡേഴ്സ്, ബ്ലൂ ആണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. പല്ലുവിലേക്ക് സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൂ കളറിലേക്ക് തന്നെയാണ്. അതിൽ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സോറി, ബ്രൊക്കേഡ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1980.
നെക്സ്റ്റ് വൺ വരുന്നത് പ്യുവർ മൊഡാൾ ഫാബ്രിക്കിൽ. പ്യുവർ മൊഡാളിൽ നമ്മൾ സാരീസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. അതിൽ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നുണ്ട്. സാധാരണയായിട്ട് കൂടുതലും വരുന്നത് നമ്മുടെ അജക് പ്രിൻറ്റിൻ്റെ കളക്ഷൻസ് ആയിരുന്നു പ്യുവർ മൊഡാളിലേക്ക് വരുന്നത്. അതുപോലെ ഷെയ്ഡ്സ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ കോമൺ ആയിട്ടുള്ള ബ്ലാക്ക്, ബ്ലൂ അല്ലെങ്കിൽ ബ്രിക്ക് കോമ്പിനേഷൻസ് ആണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസും ആ ഒരു ഡിസൈൻ പാറ്റേണും ഒക്കെ ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി അടിപൊളിയായിട്ടുള്ളൊരു ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. പ്യുവർ മൊഡാളാണ് ഫാബ്രിക് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല കൂളും കംഫർട്ടബിളുമാണ്. പല്ലുവിലേക്ക് ഹാൻഡ് ബോക്ക് പ്രിൻറ്റും ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസിലും ഡിസൈൻ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം കളറിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടൊരു ഡിസൈൻ പാറ്റേൺ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2595 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ 3-4 ഷെയ്ഡ്സാണ് വരുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ബേജിലേക്ക് ഒരു പിങ്കിൻ്റെ ലൈറ്റ് പിങ്ക് കോമ്പിനേഷൻ, പേസ്ലി പിങ്ക് കോമ്പിനേഷനുമായിട്ടാണ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെയാട്ടോ, ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും ഡിസൈൻ പാറ്റേണും ഒക്കെ ആയിട്ട് വരുന്ന ബ്ലൗസ് പീസും 2595 റേറ്റിലേക്ക് വരും. അടുത്തത് ഗ്രീൻ കോമ്പിനേഷൻ. എനിക്കൊന്ന് എപ്പോഴും നമ്മൾ പ്യുവർ മോഡൽ ഇഷ്ടപ്പെടുകയും ചെയ്യും, എന്നാൽ എപ്പോഴും കാണുന്ന കളറേ ഉള്ളൂ അല്ലെങ്കിൽ ഡിസൈൻ അജർക്കിൻ്റെ ഡിസൈനേ ഉള്ളൂ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 2595 റേറ്റ് വരുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയാൽ സൂപ്പറായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ഈസ്റ്ററൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. അമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുകയും 2595 റേറ്റിലേക്ക് വരുന്ന സാരി. അടുത്തത് നമ്മുടെ പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു സെമി ജൂട്ട് സാരിയാണ്. ഇത് 2795 റേറ്റിൽ വരുന്നതാണ്. ഫുള്ളായിട്ട് ത്രെഡിൻ്റെ വീവിങ് പാറ്റേൺ. ഈ ഒരു ഷെയ്ഡ് മസ്റ്റാൻഡ് ഒരു ഷെയ്ഡാണ് വരുന്നത്. ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ ത്രെഡ് വെച്ചിട്ടുള്ള ഫുള്ള് ബോഡി പോർഷൻ ഫുള്ള് ത്രെഡ് വീവിങ് പാറ്റേൺ വരും. അതുപോലെ തന്നെ ലോവർ ബോർഡറിലും ബോർഡേഴ്സും നമ്മുടെ പല്ലും മറ്റൊരു വീവിങ് പാറ്റേണുമാണ് വന്നിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ സെയിം ആയിട്ടാണ് വരിക. ടാസിൽസ് അറ്റാച്ച്ഡാണ്. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് ആയിട്ട്. ആ ഒരു കളർ കോമ്പിനേഷനിൽ ബോഡി പോർഷനിലെ കളർ കോമ്പിനേഷൻ തന്നെ ലൈൻ പാറ്റേൺ വരും. 2795 പ്രൈസ് റേഞ്ചിലേക്ക്. അടുത്തത് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ്, അതായത് നമ്മുടെ ലിനൻ ഫാബ്രിക്കിൽ വരുന്നതാണ്. 2 പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ എംബ്രോയ്ഡറി വർക്ക് പ്ലസ് ആപ്ലിക് വർക്ക് വരുന്ന ഐറ്റംസ് ആണ്. ഇപ്പോഴത്തെ ഈസ്റ്ററിലൊന്ന് സ്പെഷ്യലാക്കാൻ പറ്റിയ കളക്ഷൻസ് ആട്ടോ. അല്ല എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന ഐറ്റംസ് ആണ്. നമ്മുടെ ബോർഡേഴ്സിലേക്ക് ഈ ഒരു ആപ്ലിക് വർക്കും അതിനോടൊപ്പം തന്നെ എംബ്രോയ്ഡറി വർക്കും വരും. ലോവർ ബോർഡറിലും നമ്മൾ ആ ഞൊറിയെടുക്കുന്ന ഭാഗത്ത് നല്ല വീതിക്ക് തന്നെ ആപ്ലിക് വർക്കാണ് വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെയാണ്. പല്ലു ഫുള്ളായിട്ട് നല്ല ആ ഒരു മൾട്ടി കളർ കോമ്പിനേഷനിൽ ആപ്ലിക് വർക്കും എംബ്രോയ്ഡറി വർക്കും ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസും ഇതുപോലെ തന്നെ വർക്കോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 2980. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളേഴ്സാണ്. ഈ ഒരു ഷെയ്ഡൊക്കെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലേക്ക് ഒരു ഗോൾഡൻ ടച്ച് ആണ് വന്നിരിക്കുന്നത്. എനിക്കൊന്ന് അടിപൊളിയായിട്ട് ഇനിയിപ്പോൾ കല്യാണ ഫംഗ്ഷനൊക്കെ ആണെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സാരി 2980 റേറ്റ്. നമുക്ക് 3 ഷെയ്ഡിലേക്ക് ഈ ഒരു പീച്ച് ടോണൊക്കെ നല്ല സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. കളറാണേലും അതിൽ വന്നിരിക്കുന്ന ഒരു ആപ്ലിക് വർക്കും എംബ്രോയ്ഡറി വർക്കും ഒക്കെ ആണെങ്കിലും ഒരു റിച്ച് ലുക്കാണ് വരുന്നത്. 2980 റേറ്റിലേക്ക് വരുന്നത്. അടുത്തതും ആപ്ലിക് വർക്ക് വരുന്നതാണ്. ഇതെനിക്ക് തോന്നുന്നത് ആ ഒരു ക്രിസ്മസ് ടൈമിൽ ചെയ്തൊരു ഐറ്റമായിരുന്നു. അന്ന് ഒത്തിരി പേർക്ക് കിട്ടാതെ വിട്ട് റീസ്റ്റോക്ക് ചോദിച്ചാണ്. എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് എല്ലാത്തിൻ്റെയും ബേസിക് കളർ ഈ ഒരു ബേസ് ടോൺ വന്നിട്ട് അതിലേക്ക് ആപ്ലിക് വർക്കിൻ്റെ ഡിസൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വണ്ണിൽ ഈ ഒരു ഗ്രീൻ കോമ്പിനേഷനുമായിട്ടാണ് വരിക. ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ബോഡി പോർഷനിലേക്ക് അധികം ആപ്ലിക് വർക്ക് വരുന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു സാരിയിൽ ബോഡി പോർഷനും ഫുള്ളായിട്ട് ആപ്ലിക് വർക്കാണ് വരുന്നത്. ഞൊറിവെടുക്കുന്ന ഭാഗത്തും അതുപോലെ പല്ലു ഫുള്ള് ഈ ഒരു വർക്കോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. മറ്റൊരു ഹൈലൈറ്റ് ഇതിൻ്റെ ബ്ലൗസ് പീസാണ്. നമ്മുടെ ആപ്ലിക് വർക്കിൻ്റെ ഷെയ്ഡിലേക്ക് വന്നിട്ട് അതിൽ ചെറിയൊരു ലീഫ് ഡിസൈൻ പാറ്റേൺ ഒക്കെ ആയിട്ട് വരും. 2980 റേറ്റ് വരുന്നത്. ഇതിൻ്റെ 2 കളേഴ്സ്, അതായത് ബേസിക് കളർ ഈ ഒരു ബേസ് വന്നിട്ട് ഒരു പിങ്ക് കോമ്പിനേഷനിലേക്ക് ആപ്ലിക് വർക്ക് വരുന്ന സാരി. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെയും ഡിസൈൻ വരുന്ന ബ്ലൗസ് പീസ്. 2980 പ്രൈസ് വരുന്നത്. അടുത്തതും പിങ്കിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ആ ഒരു ആപ്ലിക് വർക്കിൻ്റെ ഡിസൈനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള സാരി ആട്ടോ. ആപ്ലിക് വർക്ക് വരുന്ന ഇപ്പോഴത്തേക്കും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. 2980 പ്രൈസിലേക്ക് വരും. അപ്പോൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു.